അപ്പം നമ്മൾ മണാലിയോട് യാത്ര പറഞ്ഞ് പോകുന്നു. ഇതാണ് ബസ് സ്റ്റോപ്പ് മണാലിയിലെ. ഗൈസ് നമ്മൾ തിരിച്ച് ഡൽഹിയിലോട്ട് പോകാൻ വേണ്ടി പോണത്. ബൈ ബൈ മണാലി. शुरू तुमसे खत्म तुम पे सफरनामा हो जिसे ढूंढा जमाने में मुझे में था ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ ഡൽഹിയിലെത്തിയിരിക്കുന്നു ഗൈസ്. ജമാ മസ്ജിദിൽ പോകാമെന്ന് വെച്ചാൽ പിന്നെ പോയില്ല. ഞാൻ ഉദ്ദേശിച്ച കട തുറന്നിരുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. ഇവിടെ നല്ല ഫുഡും കഴിച്ച് 1 മണിക്കുള്ള ബസ്സിന് കയറി നമ്മൾ ആഗ്രയിലെത്തുന്നു. ഇത് ഓപ്പൺ ആണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ KFCയിൽ പോയിട്ട് നമുക്കൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത് ഓപ്പൺ ചെയ്യുന്നത് 12 മണിയാകുമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ബസ് പോകുമെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, നേരെ ബർഗർ കിങ്ങിൽ പോയി 2 ബർഗർ വാങ്ങിച്ച് കഴിച്ച് നേരെ കാശ്മീരി ഗേറ്റിൻ്റെ പ്ലാറ്റ്ഫോം നമ്പറിലോട്ട് വന്നിരിക്കുന്നു. ഇനി എനിക്ക് ആഗ്രയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിന് വേണ്ടി നേരെ ആഗ്രയിലോട്ട് പോവുകയാണ് ഗൈസ്. ആഗ്രയിലോട്ട് പോകേണ്ട ബസ്സിലാണ് നമ്മളിപ്പോൾ. കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞാൻ വന്ന ബസ്സിലെ ഡ്രൈവറും വഴിയിൽ നിൽക്കുന്നവരുമായിട്ടുള്ള ഒരു അടിയാണ് ഗൈസ്. അത് അവർ ടൂൾസ് ഒക്കെ കൊണ്ടാണ് വന്നത്. പിന്നെ സമാധാനപരമായ ചർച്ചയിൽ ഒതുങ്ങി ആ യാത്ര തുടർന്നു. വഴിയിൽ ഞാൻ വന്ന ഇലക്ട്രിക് ബസ് ഗൈസ് നിന്നുപോയി. പിന്നെ ഓണും ഓഫും ഒക്കെ ആക്കി കളിച്ച് പിന്നെയും യാത്ര തുടർന്നു. ഗൈസ് അങ്ങനെ നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ അടുത്ത് ബസ് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോകും. നമ്മളങ്ങനെ നമ്മുടെ
ഹോട്ടലിലെത്തിയിരിക്കുന്നത്. അടുത്ത് മെട്രോ ഒക്കെ ഉണ്ട്, താഴെ ബർഗർ കിങ് ഒക്കെ ഉണ്ട്. इंसानों का सफरनामा ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റൂം. ഓ, ഓപ്പൺ ബാത്റൂം കാണാം ഗൈസ്. നമുക്ക് ബാത്റൂം. അങ്ങനെ ഗായ്സ് നമ്മൾ റൂമിലെത്തിയിരിക്കുന്നു. യാത്രയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചു 6 മണിക്കായിരിക്കും മണാലിയിൽ നിന്ന് എടുത്ത ബസ് കാശ്മീർ കിട്ടി. ഡൽഹിയിലെത്തുമ്പോൾ ഒരു 6-7 മണിയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ സമയം തെറ്റി അതൊരു 5 മണിക്ക് മുന്നേ എത്തി. അപ്പോൾ അതിന് മുന്നേ ഞാൻ വിചാരിച്ച് ബാഗ് എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് ഡൽഹി സൈഡിൽ എവിടെയെങ്കിലും കറങ്ങാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ബാഗ് വയ്ക്കുന്നത് ബാഗ് കൊണ്ട് നടക്കുന്നത് വളരെ വലിയൊരു കഷ്ടപ്പാട് നിറഞ്ഞ ഒന്നാണ് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് സമയത്തിന് ഇവിടെ എത്തിയില്ലെങ്കിലോ, 1 മണിക്ക് ഇനി അടുത്ത് അവിടെ നിന്ന് എനിക്ക് കാശ്മീർ ഗേറ്റ് ഡൽഹിയിൽ നിന്ന് എനിക്ക് നേരെ ആഗ്രയിലോട്ട് ബസ്സുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്ന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, രാവിലെ മുതൽ ഒരു 10:30 വരെ ഡൽഹി ഇവിടെ കാശ്മീർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ അതിന് ശേഷം ഒരു 10-10:30 ആയപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഇവിടെ ബർഗർ കിങ്ങിൽ. പിന്നെ അവിടെ നിന്ന് പിന്നെ വന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ബസ് ഒരു 1-1:30 ആയപ്പോൾ എത്തി. അങ്ങനെ ബസ്സിൽ കയറി. ബസ് ന്യൂഗോ എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ നിർത്തി ഇടയ്ക്കിടയ്ക്ക് ഓഫായൊക്കെ പോയായിരുന്നു. പിന്നെ ആരൊക്കെയോ എന്തോ ഉപദ്രവിക്കാനൊക്കെ വന്നതുപോലെയൊക്കെ തോന്നി എനിക്ക്, കണ്ടായിരുന്നു. ടൂൾസും ഒക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ എന്തോ ബസ്സിൻ്റെ എന്തോ പ്രശ്നം എന്തോ എനിക്കറിയില്ല, എന്തോ കാര്യം പറഞ്ഞു. അവർ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെ പിന്നെ നേരെ ആഗ്ര ഫോർട്ടിൻ്റെ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് നമ്മൾ നേരെ സമോവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലിലോട്ട് എത്തി. അവിടെ ഊബറിൽ 95 രൂപയാണ് കാണിച്ചത്. 100 രൂപയ്ക്ക് വിലപേശി 150 രൂപ ചോദിച്ചപ്പോൾ ഒരു അപ്പം പറഞ്ഞു. പിന്നെ വിലപേശി 100 പിന്നെ ഞാൻ നേരെ ഇവിടം വരെ എത്തി ഗൈസ്. ഇനി യാത്രയിൽ ഞാൻ ഇന്നലെയൊന്നും നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി നന്നായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നാളെ ഫ്രഷായിട്ട് രാവിലെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ചെല്ലാം. അത് 12 മണിയാകുമ്പോൾ അടുത്ത ബസ്സുണ്ട് നേരെ ഡൽഹിയിലോട്ട്. അപ്പോൾ നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. അപ്പോൾ കണ്ടിട്ട് നമ്മൾ നേരെ ഡൽഹിയിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ യാത്രാനുഭവം. അപ്പോൾ വിചാരിക്കുമായിരിക്കും എങ്ങനെ ഇവള് ബസ്സൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ വന്നു എന്നുള്ള കാര്യം. ഞാൻ ട്രാവൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നോക്കിയപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം മേവിൻ ചേട്ടൻ അപ്പോൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങിയ ബന്ധമാണ് ഗൈസ്. മെയിൻ ടിക്കറ്റ് എടുക്കലും പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു തരലും എല്ലാം മേവിൻ ചേട്ടനാണ്. പിന്നെ നമുക്ക് പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ, ഡൽഹി ടു മണാലി വരെ നമുക്ക് ഓൾറെഡി ഒരു പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ എപ്പോൾ വരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാം മേവിൻ ചേട്ടനാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഹോട്ടൽ ബുക്ക് ചെയ്യാനും ഒക്കെ സഹായിച്ചത് മേവിൻ ചേട്ടനാണ്. മേവിൻ ചേട്ടനെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇങ്ങനെയൊക്കെ യാത്രകൾ പോകുന്നു. ഇനി നാളെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് ഇതുവരെയും കൺഫേം ആയിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അറിഞ്ഞൂടാ നാളെ ഇനി എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോണു ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം, മറ്റൊരു ദിവസം വേറെ കാഴ്ചകളുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബായ്.